എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ബിഗ് മോമിന്റെ ആ വലിയ കാസ്റ്റിൽ കാണിക്കും. അതിന്റെ പുറകിലൂടെ ലേക്ക് പബ്രിക്കോ എന്ന് പറയുന്ന ആ ഒരു ലേക്ക് വഴിയാണ് ജർമ്മ പൈററ്റ്സിന്റെ കപ്പലുകൾ അതങ്ങനെ പാസ്സായിട്ട് വരിക. അവരവിടേക്ക് പ്രവേശിക്കുന്ന സമയം തന്നെ സ്നെയിലിലൂടെ ഇൻഫർമേഷൻ പാസ് ചെയ്യണം. കാരണം ഓരോ കപ്പലുകളും പാർക്ക് ചെയ്യാൻ പ്രത്യേക സ്ഥലമുണ്ട്. അതനുസരിച്ച് വേണം അവരുടെ എല്ലാ കപ്പലുകളും ഒരുമിച്ച് പാർക്ക് ചെയ്യാൻ. കപ്പലുകളെല്ലാം ഒരുമിച്ച് പാർക്ക് ചെയ്യപ്പെട്ട നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അത് എക്സ്പാൻഡായി വലിയൊരു മാൻഷൻ പോലെ കാണപ്പെടും. ആക്ച്വലി ജർമ്മിയക്കാർക്ക് ഒരു പ്രത്യേക സ്ഥലമോ ഐലാൻഡോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇത്തരത്തിൽ കപ്പലുകൾ ചേർത്ത് വെച്ചാണ് അവരവരുടെ മാൻഷനും സ്ഥലവും ഐലാൻഡും ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ആക്ച്വലി ഇവരാണ് ആ നോർത്ത് സൈഡ് അത് ക്വാൻകർ ചെയ്തത്. എന്തെങ്കിലും പ്രത്യേക ഫംഗ്ഷൻസ് വരുമ്പോഴായിരിക്കും ഇവരുടെ കപ്പലുകളെല്ലാം ഒന്നായി അതൊരു വലിയ ഐലാൻഡായി തീരുക. ആ ഒരു ഫംഗ്ഷന് ശേഷം എല്ലാ കപ്പലുകളും അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അനുസരിച്ച് ഓരോ ഭാഗത്തേക്ക് കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ആക്ച്വലി ജർമ്മ 66 ടീം അത് ഈ ലോകത്തിന് തന്നെ വലിയൊരു ഭീഷണിയാണ്. അവരുടെ ടീമിൽ ഏറ്റവും കൂടുതൽ ബോയ്സും അവരുടെ സോൾജിയേഴ്സും മാത്രമാണ്. എപ്പോഴും അവർ നിർത്താതെ പ്രാക്ടീസും ട്രെയിനിങ്ങും എടുത്തുകൊണ്ടേയിരിക്കും. കമാൻഡർ എന്തു പറയുന്നോ അതായിരിക്കും അവരെല്ലാവരും ചെയ്യുക. സാഞ്ചി ആണെങ്കിൽ ഇപ്പോൾ ഒരു ട്രെയിനിങ് എടുക്കുന്നത് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഫുഡ് കഴിക്കുന്നത് പോലെ ദിവസവും 3 നേരം പ്രാക്ടീസ് അത് കമ്പൽസറിയാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയെന്ന് ചിന്തിച്ച് സാഞ്ചി അങ്ങനെ തലയ്ക്ക് കൈ കൊടുക്കും. അപ്പോഴായിരിക്കും ഇവിടെ സിസ്റ്റർ റയിച്ചു അവളിപ്പോ അവന്റെ റൂമിലേക്ക് വരിക. അവളെ കാണേണ്ട താമസം അവൾ ടെൻഷനായി എഴുന്നേറ്റ് പോകാനായിട്ട് പറയും. അവൾക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ കുറച്ച് വിഷമാവും. കാരണം നീണ്ട 13 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ അവളുടെ ബ്രദർ സാഞ്ചിയെ നേരിട്ട് കാണുന്നത്. പക്ഷെ സാഞ്ചിക്കാണെങ്കിൽ യാതൊരു ധൈര്യമില്ല. അവൻ ദേഷ്യപ്പെട്ട് അവളോട് അപ്പൊ തന്നെ അവിടുന്ന് ഇറങ്ങി പോകാൻ പറയും. അപ്പോഴായിരിക്കും അവളുടെ തൊട്ടു പുറകിലായിട്ട് അവന്റെ പപ്പയുടെ ഒരു ക്രൂര ഫോട്ടോ കാണുക. 4 കിങ്സിനെ ഒറ്റയടിക്ക് കൊല്ലുന്ന ഒരു മാരക പടം. അത് കണ്ട് നമ്മുടെ സാഞ്ചി 2 സെക്കൻഡ് അതിലേക്ക് തന്നെ നോക്കി നിൽക്കും. ഫോട്ടോ കണ്ട് 1 സെക്കൻഡ് അവൻ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. നോർത്ത് സൈഡിലുള്ള 4 കിങ്സ് അവര് അവന്റെ പപ്പയുടെ പവറിലും അറ്റാക്കിലും പേടിച്ച് ആളുടെ കാൽക്കൽ വീണ് കെഞ്ചുന്ന ആ ഒരു സമയത്തെടുത്ത ഫോട്ടോ ആണത്. സാഞ്ചിക്കാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ഒരുപാട് ദേഷ്യം വന്ന് അവൻ പല്ല് കടിച്ചു നിൽക്കും. അതിനവന്റെ സിസ്റ്റർ അവന്റെ അടുത്ത് വളരെ സമാധാനപരമായിട്ട് സംസാരിക്കാൻ തുടങ്ങും. നിനക്ക് നമ്മുടെ ഫാമിലിയെ കുറിച്ച് അറിയില്ലേ? ഒരു കാലത്ത് നോർത്ത് ബ്ലൂ ഐലാൻഡ് അത് മുഴുവൻ അടക്കി ഭരിച്ചിരുന്നവരാണ് നമ്മൾ. മാത്രമല്ല നമ്മൾ ഇപ്പോഴും റോയൽ ഫാമിലി തന്നെയാണ്. വീണ്ടും ആ നോർത്ത് ബ്ലൂ ഐലാൻഡിനെ മുഴുവനായിട്ടും കോൺക്വയർ ചെയ്യാനാണ് നമ്മുടെ പദ്ധതി. നീ ഇത്രയും കാലവും ഒരു സാധാരണ പൈററ്റ് ക്രൂവിലെ വെറും ഒരു മെമ്പർ മാത്രമായിരുന്നു. ഇനിയെങ്കിലും നീ ഇതൊക്കെ ഉപേക്ഷിച്ച് ഞങ്ങളോടൊപ്പം വരണം. നിനക്കും നമുക്ക് എല്ലാവർക്കും സുഖമായിട്ട് സുഭിക്ഷമായിട്ട് ജീവിക്കാനുള്ളതെല്ലാം ഇവിടെയുണ്ട്. ഈ കാണുന്ന പെൺകുട്ടികളെ നീ കാണുന്നില്ലേ? ഇവരെല്ലാവരും നിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. നീ എന്താവശ്യപ്പെട്ടാലും അവരത് തരാൻ തയ്യാറാണ്. അവരെ കാണുമ്പോൾ 1 സെക്കൻഡ് അഞ്ചിയുടെ കൺട്രോൾ പോവും. പക്ഷെ അവൻ വീണ്ടും കൺട്രോളൊക്കെ തിരികെ കൊണ്ടുവന്ന് അവന്റെ ഫ്രണ്ട്സുകളെയൊക്കെ ആലോചിച്ച് അങ്ങനെ സംയമനം പാലിച്ച് നിൽക്കുകയാണ്. അവളാണെങ്കിൽ ഒരു ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് കഴിച്ച് വീണ്ടും അവരുടെ മഹത്വങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ആരും ഇവിടെ ജോലി ചെയ്യാറില്ല. നമുക്ക് വേണ്ടി ജോലി ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ സൈന്യം അത് എണ്ണമറ്റതാണ്. ഓരോ ദിവസം കഴിയുന്തോറും നമ്മളിലേക്ക് എത്തിച്ചേരുന്ന എമൗണ്ട് അതെത്രയാണെന്ന് നിനക്കറിയോ? സോ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഇനിയെങ്കിലും ഞങ്ങളോടൊപ്പം ഹാപ്പി ആയിട്ട് ഇവിടെ ജീവിക്കുക. ആ പുട്ടിങ് അതൊരു നല്ല പെൺകുട്ടിയാണ്. അവളെ നിനക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവും. അവളങ്ങനെ സാഞ്ചിയെ കൺവിൻസ് ചെയ്യുന്ന സമയത്തായിരിക്കും സാഞ്ചിയുടെ പപ്പ സാക്ഷാൽ വിൻസ്മോക്ക് അവന്റെ അടുത്തേക്ക് വരിക. ആളാണെങ്കിൽ 2 കൈയൊക്കെ നീട്ടി സാഞ്ചിയെ ക്ഷണിക്കുകയാണ്. അതിന് സാഞ്ചി അവൻ വായിൽ വന്ന ചീത്തയെല്ലാം അവന്റെ പപ്പയെ വിളിക്കും. അത് കേട്ട് സാക്ഷാൽ വിൻസ്മോക്ക് ആളും തിരികെ അവനെ ചീത്ത വിളിച്ച് 2 പേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ലൂഫിയെ കാണിക്കും. അവനാണെങ്കിൽ ആ കാട്ടിലൂടെ നിർത്താതെ ഓടുകയാണ്. അവന്റെ ഫ്രണ്ട്സിനെ അവിടെ എവിടെ ഇപ്പൊ കാണാനില്ല. ചുറ്റുമുള്ള ട്രേസിന് ലൂഫിയുടെ പവർ നന്നായിട്ട് അറിയാം. സോ സർപ്രൈസ് ആയിട്ട് ലൂഫി അറ്റാക്ക് ചെയ്യാനാണ് അവർ കരുതിയിരിക്കുന്നത്. ഇവിടെ ജിക്കും അവന്റെ പപ്പയുടെ ഇടയിലുള്ള ഫൈറ്റ് അത് കാണാനായിട്ട് ഐലാൻഡിലുള്ള എല്ലാവരും ഓടിക്കൂടും. മറ്റൊരു ഭാഗത്ത് അടികെട്ടിയ യോഞ്ചി അവന്റെ മുഖമൊക്കെ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു പോയിരിക്കുകയാണ്. ഡോക്ടർ ചുറ്റുകയും സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് അവന്റെ മുഖം ഒരുപാട് കഷ്ടപ്പെട്ട് പഴയതുപോലെ ആക്കി മാറ്റും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ സാഞ്ചിയും അവന്റെ പപ്പയും അവരാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ റെഡിയായിട്ട് നിൽക്കും. സാഞ്ചിയുടെ പപ്പ ഒരു സ്റ്റിക്ക് എടുത്ത് നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ പപ്പയായ എന്നെ തന്നെ നീ വെല്ലുവിളിക്കും ചോദിച്ച് അവനെ അടിക്കാനായിട്ട് പാഞ്ഞടുക്കും. സാഞ്ചിയുടെ പപ്പയാണെങ്കിൽ
ആളുടെ വെപ്പനുമായിട്ട് സാഞ്ചിയുടെ ക്ലോസ് എത്തും. പക്ഷെ സാഞ്ചിക്ക് യാതൊരു കുലുക്കവും ഇല്ല. ആൾ ആ സ്പെയർ എടുത്ത് ആഞ്ഞു വെട്ടും. പക്ഷെ ജസ്റ്റ് മിസ്സിന് സാഞ്ചി അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ആൾ ഓരോ തവണ ആ സ്പെയർ വീശുമ്പോഴും ഇടി ശബ്ദം ഉണ്ടാക്കി ആളെ വെട്ടിത്തെറിപ്പിച്ച് സാഞ്ചി അവൻ ക്യാഷ്വലായിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും ചുറ്റുമുള്ളവരും സാഞ്ചിയുടെ സിബ്ലിങ്സും അവന്റെ പപ്പയും എല്ലാവരും സാഞ്ചിയുടെ പവർ എന്താണെന്ന് തിരിച്ചറിയുക. ഇത്രയും കാലവും അവനവന്റെ പവർ അത് കൂട്ടി കൊണ്ടുവരായിരുന്നു എന്ന് അവരിപ്പോ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. സാഞ്ചിയുടെ ഏറ്റവും കൂടുതൽ പവർ അത് അവന്റെ കാലിലാണ്. സാഞ്ചി അവന്റെ കാല് നീട്ടി അവന്റെ പപ്പയെ അച്ചരം പൊച്ചറ അറ്റാക്ക് ചെയ്യും. അത് കണ്ട് പപ്പ ഒരു സെക്കൻഡ് ഫ്രീസ് ആവുകയാണ്. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ സ്വന്തം പപ്പയെ കാലുകൊണ്ട് അറ്റാക്ക് ചെയ്യും ചോദിച്ച് ആളിപ്പോ ആളുടെ ഫുൾ പവർ എടുത്ത് സാഞ്ചിക്ക് നേരെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ സാഞ്ചി ആണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ ആളുടെ എല്ലാ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് തിരികെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ഒരു കാരണവശാലും നിങ്ങളോടൊപ്പം ചേരാനോ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ തയ്യാറല്ല. എനിക്ക് മാരേജിന് യാതൊരു താല്പര്യവുമില്ല. എനിക്ക് ഏറ്റവും വലുത് എന്റെ ടീംമേറ്റ്സ് ആണ്. ഇടയ്ക്ക് വരിക, കാര്യങ്ങൾ മനസ്സിലാക്കുക, അതുപോലെ തന്നെ എന്റെ ടീംമേറ്റ്സിന്റെ അടുത്തേക്ക് തിരികെ പോവുക. ഇത് മാത്രമാണ് എന്റെ ലക്ഷ്യവും ഉദ്ദേശവും. ഇവിടേക്ക് വന്നതിലുള്ള ഉദ്ദേശവും. അത് കേട്ട് അവന്റെ പപ്പ ആള് ഡബിൾ ഷോക്കാവും. കാരണം ബിഗ് മോമിന്റെ മകളുമായിട്ട് സാഞ്ചിയുടെ കല്യാണം നടന്നാൽ മാത്രമേ അവരുദ്ദേശിക്കുന്നത് പോലെ ബിഗ് മോമുമായിട്ടുള്ള ഒരു ബോണ്ടിങ് അതുണ്ടാവും. അതിലൂടെ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാനും പവർഫുൾ ആവാനും കഴിയൂ. സാഞ്ചി ഇതിന് സമ്മതിച്ചിട്ടില്ല എങ്കിൽ അവരുടെ എല്ലാ പ്ലാനുകളും തകർന്നടിയും. സാഞ്ചിയുടെ പപ്പയാണെങ്കിൽ വരാൻ പോകുന്ന വലിയ വലിയ ഭവിഷ്യത്തുകൾ അവനോട് പറയും. അതിന് സാഞ്ചി തീർത്തു പറയും അതിൽ യാതൊരു പങ്കുമില്ല. എന്തൊക്കെ നടന്നാലും അതെല്ലാം തന്നെ നിങ്ങൾ തന്നെ 2 കൈ നീട്ടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് സാഞ്ചി അവന്റെ കുട്ടിക്കാലം അത് ഒരു സെക്കൻഡ് ആലോചിക്കും. ചെറുപ്പം മുതലേ സാഞ്ചിക്ക് കുക്കിംഗ് വളരെ ഇഷ്ടമാണ്. കേക്ക്സ് ഉണ്ടാക്കുക, ഡിഫറെന്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് അവന്റെ ഹോബി. പക്ഷെ അവന്റെ ബ്രദേഴ്സ് അവരാണെങ്കിൽ എപ്പോഴും സാഞ്ചിയെ ക്രിട്ടിസൈസ് ചെയ്ത് അവനുണ്ടാക്കിയ കേക്കും ഫുഡും അതൊക്കെ എടുത്തെറിഞ്ഞ് അവനെ അറ്റാക്ക് ചെയ്ത് അങ്ങനെ വളരെ ബ്രൂട്ടൽ ആയിട്ടാണ് വളരെ ചെറുപ്പം മുതലേ അവനോട് പെരുമാറിക്കൊണ്ടിരുന്നത്. അവന്റെ എൽഡർ ബ്രദർ ആണെങ്കിൽ ആ കേക്കൊക്കെ ചവിട്ടി അരച്ച് അവനെ പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി താഴെയിടും. തല്ലിന്റെ ശബ്ദമൊക്കെ കേട്ട് വിൻസ്മോക്കും സാഞ്ചിയുടെ സിസ്റ്ററും അവർ രണ്ടുപേരും അവിടേക്ക് എത്തും. സാഞ്ചി അവനാണെങ്കിൽ അവന്റെ പപ്പയും സിസ്റ്ററും അവനെ ആശ്വസിക്കുന്നു കരുതി ഒരുപാട് പ്രതീക്ഷയോട് കൂടെ അവരെ നോക്കും. സാഞ്ചി ആണെങ്കിൽ പപ്പയെ നോക്കി നിലവിളിക്കും, ഇവരെല്ലാവരും ചേർന്ന് എന്നെ ഇടിച്ചു, ദയവ് ചെയ്ത് എന്നെ ഇവരിൽ നിന്ന് രക്ഷിക്കണം, ഇവർക്ക് ഇതിന് തക്കതായിട്ടുള്ള പണിഷ്മെന്റ് അത് നിങ്ങൾ കൊടുക്കണം. അതിനവന്റെ പപ്പ സാഞ്ചിയെ നോക്കി കളിയാക്കി ചിരിക്കും. എന്നെ കൊണ്ട് പറ്റില്ല, സത്യത്തിൽ നീ ഞങ്ങളുടെ ഫാമിലിയിൽ വെറും ഒരു വേസ്റ്റ് ആണ്. ഞങ്ങളുടെ ഫാമിലിയിൽ ജനിക്കേണ്ട ഒരാളെ അല്ല നീ. നിന്റെ ബ്രദേഴ്സ് എത്ര പവർഫുൾ ആണെന്ന് നീ കണ്ടോ, അതുപോലെ നീയും പവർഫുൾ ആവണം, അല്ലെങ്കിൽ അവരുടെ കൈകൊണ്ട് തന്നെ നീ മരിച്ചു പോകും. അവര് ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. അവരുടെ പവർ അത് ഇത്രയുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞ് ആൾ കടന്നു പോകും. സാഞ്ചിയുടെ അവസ്ഥ കണ്ട് അവന്റെ സിസ്റ്റർ അവളാണെങ്കിൽ സാഞ്ചിയെ നോക്കി പരിഹസിച്ച് ചിരിച്ച് അവിടുന്ന് അങ്ങനെ പോവാണ്. നമ്മുടെ കുഞ്ഞൻ സാഞ്ചിക്ക് അത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അവന്റെ വേദനയും വിഷമവും സങ്കടവും അത് കാണാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴും അവന്റെ ബ്രദേഴ്സ് ഫൈറ്റ് നിർത്താതെ അവര് വീണ്ടും അവനെ ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയാണ് അവൻ ചെറുപ്പം മുതലേ കടന്നു വന്നത്. സാഞ്ചി കാര്യങ്ങളെല്ലാം ഓർത്ത് അവന്റെ പപ്പയെ അച്ചരം പൊച്ചറ് ഇട്ടിക്കും. സാഞ്ചി ആളുടെ സ്പെയർ അത് ഈസി ആയിട്ട് തട്ടിത്തെറിപ്പിക്കും. അത് കണ്ട സാഞ്ചിയുടെ പപ്പയാണെങ്കിൽ ഒരു പുതിയ സ്പെയർ അസിസ്റ്റന്റ് കയ്യിൽ നിന്ന് വാങ്ങും. അതുപോലെ തന്നെ സാഞ്ചിക്കും ഒരു ആയുധം എത്തിച്ചു കൊടുക്കുകയാണ്. സാഞ്ചി ആ സ്ക്വാഡ് അത് അപ്പം തന്നെ നിഷേധിക്കും. എനിക്കിതിന്റെ ആവശ്യമില്ല, നിങ്ങളെ തോൽപ്പിക്കാൻ എനിക്കെന്റെ ഒരു വിരൽത്തുമ്പ് മതി എന്ന് പറഞ്ഞ് അവൻ സിഗരറ്റ് കത്തിച്ച് ക്യാഷ്വലായിട്ട് നിൽക്കും. അത് കണ്ട് വീണ്ടും കലി കൂടി അവന്റെ പപ്പ അവനുമായിട്ട് വലിയൊരു ബ്രഹ്മാണ്ഡ ഫൈറ്റ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ സ്നേ വിത്ത് മല്ലു എപ്പിസോഡ്.